Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യുകെയിലെയും ലോകത്തിലെ തന്നെയും ഏറ്റവും വലിയ നഴ്സിംഗ് യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ തലപ്പത്തേക്ക് മലയാളി തിരഞ്ഞെടുക്കപ്പെട്ടു. UK മലയാളി നഴ്സും ആലപ്പുഴ സ്വദേശിയുമായ ബിജോയ് സെബാസ്റ്റ്യനാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റൽസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ക്രിട്ടിക്കൽ കെയറിൽ ജോലി ചെയ്യുന്ന സീനിയർ നഴ്സാണ് ബിജോയ് സെബാസ്റ്റ്യൻ. UK മലയാളി സമൂഹത്തിന്റെ ഭൂരിപക്ഷം പേരും നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തങ്ങളിൽ ഒരാൾ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ തലപ്പത്തെത്തിയതിന്റെ സന്തോഷത്തിലാണ് UK മലയാളി നഴ്സുമാർ. നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കഴിഞ്ഞ വർഷം RCN നടത്തിയ എല്ലാ സമരങ്ങളുടെയും മുൻപന്തിയിൽ ബിജോയ് സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നേരത്തെ ഇന്റർനാഷണൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അസോസിയേഷൻ ഫോറം നെറ്റ്വർക്ക് UKയുടെ ചെയർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്വാഗതാർഹമായിരുന്നു. RCN പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു യഥാർത്ഥ ബഹുമതിയാണെന്നും ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമെന്നും പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ശേഷം ബിജോയ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ബിജോയ് സെബാസ്റ്റ്യൻ കേരളത്തിലെ ആലപ്പുഴ സ്വദേശിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം 13 വർഷമായി അദ്ദേഹം UKയിൽ ജോലി ചെയ്തു വരികയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യം ശക്തമാക്കി ഇന്ത്യ. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 1965 മുതൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. ഈ വർഷത്തെ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ UN സുരക്ഷാ കൗൺസിലിന്റെ പരിഷ്കരണം കൂടുതൽ നിർണായകവും അടിയന്തരമായി തീർപ്പാക്കേണ്ട ഒരു കാര്യമായി മാറുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുള്ള ചർച്ചകൾ പതിറ്റാണ്ടുകളായി ഉന്നയിക്കപ്പെടുന്നതാണ്. എന്നാൽ അന്നു മുതൽ ഒരു ഫലവും കാണാൻ സാധിക്കുന്നില്ല. ഇത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. 1965 കൗൺസിൽ അവസാനമായി പുനഃസംഘടിപ്പിച്ചപ്പോഴുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പർവതനേനി ഹരീഷ് പറഞ്ഞു. മെഡിക്കെയർ പാർട്ട് ബി ഉള്ള മുതിർന്ന പൗരന്മാർ അടുത്ത വർഷം ആരോഗ്യ സംരക്ഷണത്തിനായി കൂടുതൽ പണം നൽകേണ്ടി വരും. മെഡിക്കെയർ, മെഡിക്കെയ്ഡ് സേവനങ്ങൾക്കുള്ള കേന്ദ്രങ്ങൾ മെഡിക്കെയർ പാർട്ട് ബി പ്രീമിയങ്ങൾ 2025 വർദ്ധിക്കും. ഹോം ഹെൽത്ത് കെയർ, ഡോക്ടർ സന്ദർശനങ്ങൾ, ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മെഡിക്കെയർ പാർട്ട് ബിയുടെ പ്രതിമാസ പ്രീമിയം $185 ഉയരും. $10.30 വർധനവാണിത്. വരുമാനവുമായി ബന്ധപ്പെട്ട പ്രതിമാസ ക്രമീകരണങ്ങൾ പാർട്ട് ബി ഇൻഷുറൻസിലുള്ള ഏകദേശം 8% ആളുകളെ ബാധിക്കും. മെഡിക്കെയർ പാർട്ട് ബി ഗുണഭോക്താക്കൾക്കുള്ള വാർഷികാടിസ്ഥാനത്തിൽ $240 നിന്നും $257 മാറും. കിഴിവ് ലഭിക്കുന്നതിന് ശേഷം ഗുണഭോക്താക്കൾ സാധാരണയായി ഓരോ മെഡിക്കെയർ സേവനത്തിനും അല്ലെങ്കിൽ ഇനത്തിനും ചെലവിന് 20% നൽകുമെന്ന് സെന്റ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസ് പറഞ്ഞു. മെഡിക്കെയർ പാർട്ട് എ വിലയും വർദ്ധിക്കും. 99% ഗുണഭോക്താക്കളും പാർട്ട് എയുടെ പ്രതിമാസ പ്രീമിയം അടയ്ക്കുന്നില്ല. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്നാലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ ചിന്തൂരിൽ നടന്ന പ്രചാരണ റാലിയിൽ സംസാരിക്കവെയാണ് അമിത്ഷായുടെ പരാമർശം. മഹാരാഷ്ട്രയിൽ രാഹുൽ വിമാനം വീണ്ടും തകർന്നു വീഴും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയണോ? ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കും. നവംബർ 23 അഘാഡിയിൽ തുടച്ചു നീക്കപ്പെടും. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ മഹായുതി സർക്കാർ വീണ്ടും രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ബിഷ്ണോയ് സംഘത്തിൽ നിന്ന് വ്യാജേന ബോളിവുഡ് നടൻ സൽമാൻ ഖാനു നേരെ വധഭീഷണി സന്ദേശം അയച്ച കേസിൽ തന്റെ നടന്റെ പുതിയ ചിത്രത്തിലെ ഗാനരചയിതാവ് അറസ്റ്റിൽ. 24-കാരനായ സൊഹൈൽ പാഷയാണ് കർണാടകയിലെ റൈച്ചൂരിൽ നിന്ന് അറസ്റ്റിലായത്. സൽമാൻ ഖാന്റെ റിലീസാകാനിരിക്കുന്ന പുതിയ ചിത്രത്തിലെ മേ സിക്കന്ദർ ഹും എന്ന പാട്ടിന്റെ രചയിതാവാണ് സൊഹൈൽ. താനും തന്റെ പാട്ടും പ്രശസ്തമാക്കുന്നതിന് വേണ്ടിയാണ് സൊഹൈലിന്റെ നടപടിയെന്ന് പോലീസ് പറഞ്ഞു. നവംബർ 7-നാണ് മുംബൈ പോലീസിന്റെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈനിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. 5 കോടി രൂപ നൽകിയില്ലെങ്കിൽ ബിഷ്ണോയെ കുറിച്ച് പരാമർശമുള്ള മേ സിക്കന്ദർ ഹും പാട്ടിന്റെ എഴുത്തുകാരനെയും സൽമാൻ ഖാനെയും വധിക്കുമെന്നായിരുന്നു സന്ദേശം. ഗാനരചയിതാവിനെ ഇനി പാട്ടെഴുതാൻ കഴിയാത്ത വിധമാക്കുമെന്നും സൽമാൻ ഖാന് ധൈര്യമുണ്ടെങ്കിൽ അയാളെ രക്ഷിക്കുവാനും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ റൈച്ചൂരിലുള്ള വെങ്കടേഷ് നാരായൺ എന്ന ആളുടെ ഫോണിൽ നിന്നാണ് ഈ സന്ദേശം വന്നതെന്ന് കണ്ടെത്തി. എന്നാൽ ഈ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള OTP നമ്പർ വെങ്കടേഷിന്റെ ഫോണിൽ വന്നത് ശ്രദ്ധിച്ച പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മാർക്കറ്റിൽ വെച്ചൊരു അപരിചിതൻ കോൾ ചെയ്യാൻ തന്റെ ഫോൺ വാങ്ങിയിരുന്നുവെന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സൊഹൈലാണ് വെങ്കടേഷിന്റെ ഫോൺ ഉപയോഗിച്ച് ഭീഷണി സന്ദേശം അയച്ചതെന്ന് തെളിഞ്ഞു. സൊഹൈലിന്റെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചു. ഇയാളെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കാട്ടാനകളെ പിടികൂടുവാനുള്ള ചട്ടം രൂപീകരിക്കുമ്പോൾ വനം വന്യജീവി സംരക്ഷണ നിയമം കൂടി കണക്കിലെടുത്താകണമെന്ന് ഹൈക്കോടതി. 2018 മുതൽ 2021 വരെ പിടികൂടിയ കാട്ടാനകളിൽ 40% ചെരിഞ്ഞുവെന്നും ഷെഡ്യൂളിൽ 1-ൽപ്പെട്ട വനമൃഗം ഉൾപ്പെടെയുള്ളവയുടെ ഉടമസ്ഥാവകാശം ആർക്കും നേടാനാകില്ലെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. കാട്ടാനകളെ പിടികൂടാൻ അനുമതി കൊടുക്കുന്നതിലൂടെ വേട്ടയ്ക്ക് അനുമതി നൽകുകയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതി അനുമതിയില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനാകില്ല. ആനകളുടെ എഴുന്നള്ളത്ത് സംബന്ധിച്ചത് ഇന്ന് തന്നെ മാർഗരറ്റ്
മാർഗരേഖ പുറപ്പെടുവിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ടായിരിക്കും മാർഗരേഖ സംബന്ധിച്ച് ഇടക്കാല ഉത്തരവെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇനി കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20 മലയാളി താരം സഞ്ജു സാംസൺ നിരാശ. 2 പന്തുകൾ മാത്രം നേരിട്ട സഞ്ജു റണ്ണൊന്നും എടുക്കാതെ പുറത്തായി. മാർക്കോ യാൻസൺ എറിഞ്ഞ ആദ്യ ഓവറിലെ 2ാം പന്തിൽ സഞ്ജു ബോൾഡ് ആവുകയായിരുന്നു. T20 ക്രിക്കറ്റിൽ തുടർച്ചയായ 2 സെഞ്ചുറികൾക്ക് ശേഷം മലയാളി താരം തുടർച്ചയായി 2 തവണ 0-ന് പുറത്തായത് ആരാധകരെ നിരാശയിലാക്കി. T20 ക്രിക്കറ്റിലെ ആദ്യ 10 ടീമുകളിലെ താരങ്ങളിൽ ഒരു കലണ്ടർ വർഷത്തിൽ 5 തവണ റണ്ണൊന്നും എടുക്കാതെ പുറത്താകുന്ന ആദ്യ ബാറ്ററാണ് സഞ്ജു. T20 ക്രിക്കറ്റിൽ കൂടുതൽ തവണ 0-ന് പുറത്തായ ഇന്ത്യൻ താരങ്ങളിൽ സഞ്ജു 3ാമനാണ്. 151 മത്സരങ്ങളിൽ 12 തവണ 0-ന് പുറത്തായ രോഹിത് ശർമ്മയാണ് പട്ടികയിൽ 1ാമത്. 117 കളികളിൽ 7 തവണ പുറത്തായ കോഹ്ലി പട്ടികയിൽ 2ാമതുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.21 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.